ബിന്ദു സാറിന് പറഞ്ഞാൽ ഇപ്പം ഒന്നും ഉണ്ടാവില്ല, അകത്തൊന്നും ഉണ്ടാവില്ല. അതേസമയം ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒന്നുമില്ല, ഒരു നിബന്ധനയില്ല, പോലീസ് പോലും അറസ്റ്റ് കൊണ്ടുപോകും. 6 വർഷം ജയിലുമാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ മാധ്യമങ്ങളും നാട്ടുകാരും അതുപോലെ തന്നെ കളക്ടറും എല്ലാം ഒരുപോലെ ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും ഈ വീട്ടിൽ കയറി താമസിക്കാൻ കഴിഞ്ഞത്. അതിൽ നമുക്ക് എല്ലാവർക്കും ചരിതാർത്ഥ്യമുണ്ട്. നമസ്കാരം, അയിരൂരാണ്. അയിരൂർ സദാശിവൻ ചേട്ടൻ്റെയും ശ്രീമച്ചയുടെയും വീട്ടിലാണ്. ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരും നമ്മൾ ലൈവായിട്ട് കാണിച്ചാണ്. കാരണം ഒരമ്മയെയും അച്ഛനെയും ഈ പ്രായത്തിൽ വീട്ടിൽ നിന്ന് മകൾ ഇറക്കി വിട്ടിട്ട് അവസാനം പോലീസ് സഹായത്തോടു കൂടി അകത്ത് കയറി താമസിക്കേണ്ട ഒരു ഗതികേട്, അങ്ങനെ ഒരു വാർത്ത നമ്മൾ എന്താ പറയുക ചെയ്തതാണ്. വളരെയധികം സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഈ നമ്മുടെ ജീവിതത്തിൻ്റെ സായനത്തിൽ വയസ്സായ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും ചെറിയ കാരണം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിയിടുമെന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാനെങ്ങനെ ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ വയ്യ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ പോലീസ് ഫലപ്രദമായി ഇടപെട്ടു എന്ന് മാത്രമല്ല, കളക്ടർ ഇടപെട്ടു. ഈ 3 മക്കളും 10,000 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കണമെന്ന് കളക്ടർ ഉത്തരവിട്ടു. അത് മാത്രമല്ല, മെഡിസിനും ബാക്കി 1000-ൻ്റെയും കാശൊക്കെ എക്സ്ട്രാ കൊടുക്കണമെന്നും കളക്ടർ ഉത്തരവിട്ടു. ഉത്തരവൊന്നും അങ്ങനെയല്ലേ? 3 പേരും 10,000 വെച്ച് തരണം, മരുന്ന് മെഡിസിനൊക്കെ വാങ്ങിച്ചു. അത് ഉത്തരവൊന്നും അങ്ങനെയാണെന്നത് വായിച്ച് ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല. വായിച്ച് കേൾപ്പിച്ച് മതം അത് ശരിക്കും നിങ്ങൾക്ക് മരുന്ന് എനിക്ക് ഒന്ന് കാണാൻ വയ്യ, അതാ പറഞ്ഞ നാക്ക് സംസാരിക്കാൻ വയ്യ, അതാ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് അപ്പോൾ 14,000 രൂപ ചിലവ്. നമ്മൾ 14,000 രൂപയിൽ നിന്ന് അവർക്ക് ചിലവ്, പിന്നെ കറണ്ട്, വെള്ളം, മരുന്ന്, ഇതെല്ലാം അതിൽ നിന്ന് ഇതെല്ലാം അതിൽ നിന്ന് എടുക്കാൻ. പിന്നെ നിങ്ങൾക്ക് എന്തോ ഉണ്ടെന്ന് വെച്ചാൽ അത് ശരിയാവില്ല. അതിന് അവിടെ എഴുതിയെടുത്ത് തരണം. ബാക്കി മെഡിസിനും ആഹാരവും ഒക്കെ അവർ എല്ലാം തരണം. ഈ ഒരു വിഷയം മക്കളൊക്കെ വിളിച്ചായിരുന്നു? ആരും വിളിച്ചില്ല. ഇല്ല. ഇന്നലെ വൈകിട്ട് അവർ വന്നിട്ട് പോയത്. സർക്കാരിന്റെ ഭാഗത്ത് എന്തായാലും അനുകൂലമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? കളക്ടറുടെ ഭാഗത്ത് ആ ഭാഗത്തുനിന്ന് അനുകൂലം ഞാൻ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല CIയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അന്വേഷിക്കണമെന്നും പറഞ്ഞല്ലേ? അത് പറഞ്ഞില്ല. നിങ്ങളെ കാര്യം അന്വേഷണം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല കളക്ടർ? കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യം. ഇന്ന് രാവിലെ വന്നില്ലേ ഇവിടെ? പോലീസൊക്കെ വന്നില്ലേ? ഇപ്പൊ വന്നിട്ട് പോയി കുറച്ച് അവര് വന്നിട്ട് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഒരു FIR എന്തായിരിക്കും തോന്നുന്നു. മാമ കേസ് കൊടുത്തതിന്റെ അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നു. ഇപ്പോൾ അതിന് എന്തോ ഡോക്യുമെന്റ്സ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവർക്ക് ഇതൊരു എഗ്രിമെൻറ്റിൽ കൊടുത്ത ചെക്കിൻ്റെ പാസ്ബുക്കൊക്കെ ഒന്ന് കാണിച്ച് ഇത് ആ ഡോക്യുമെൻറ്റ്സ് അന്ന് വേണമെന്ന് പറഞ്ഞ് വന്ന്. പിന്നെ ഈ കേസിൻ്റെ അത് ജാമ്യം ഏതെങ്കിലും വക്കീലിനെ വെച്ച് ജാമ്യം എടുക്കണം. ആ ജാമ്യം എത്തുന്നെങ്കിൽ കോർട്ടിൽ പോയി പിന്നെ പ്രശ്നമാകും, അറസ്റ്റാവും. അതുകൊണ്ട് ഒരു ആരെങ്കിലും ഒരു വക്കീലിനെ വെച്ചിട്ട് ജാമ്യം എടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതെ അവര് എന്തോരും കിട്ടും, മകളും ഭർത്താവും. നമ്മളൊന്നല്ലേ ജാമ്യം എടുക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് അവിടെ സ്റ്റേഷനിൽ വന്ന് എന്നെയോ സർക്കിളിനെയോ കാണണം. അതിന് വേണ്ടി അല്ല ഇപ്പോൾ പോകുന്നത്. അവർ ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെട്ടു. ഈ ചെക്ക് കൊടുത്തതിൻ്റെ എൻ്റെ പാസ്ബുക്കിന് വിറ്റതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു. അത് ഇന്നലെ വൈകിട്ട് കൊടുക്കാമെന്ന് എനിക്ക് ഞാൻ മറന്നുപോയി. ഇന്നിപ്പോൾ കൊടുക്കാൻ ഇനി എന്ത് ചെയ്താന്നിരുന്നു. പ്രശ്നം തീർന്നു. ഇപ്പം ഇനിയിപ്പോൾ ഈ ജാമ്യം എടുക്കേണ്ട വകുപ്പാണ് നമുക്ക് അറിയാൻ. അല്ല എത്തില്ലെങ്കിൽ അത് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ എന്താ അത് ബിന്ദു സാറിന് പറഞ്ഞാൽ ഇപ്പം ഒന്നും ഉണ്ടാവില്ല, അകത്തൊന്നും ഉണ്ടാവില്ല. അതേസമയം ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒന്നുമില്ല, ഒരു നിബന്ധനയില്ല, പോലീസ് പോലും അറസ്റ്റ് കൊണ്ടുപോകും. 6 വർഷം ജയിലുമാണെന്ന് പറഞ്ഞു. ഇല്ല, അപ്പുറത്താണ്. ആഹാരമൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുമോ? ആഹാരം വെച്ച് കഴിച്ചില്ല. ഇതൊന്നും ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്ത് ചെയ്യുന്നില്ല. ഓരോരുത്തർ നിങ്ങൾ പോലീസ് വന്ന് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വന്ന് ഇനി 10 അമ്മയും കഴിച്ചില്ല. അമ്മയ്ക്ക് സമയത്ത് ആയാലും ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ ചോറൊക്കെ ചോറ് വെച്ച് ഞാൻ ചോറായിട്ടുണ്ട് കഴിക്ക് എത്ത്.
ഞാൻ പോയിട്ട് ശരി, ഒരു പക്ഷേ മാധ്യമങ്ങളും നാട്ടുകാരും അതുപോലെ തന്നെ കളക്ടറും എല്ലാം ഒരുപോലെ ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും ഈ വീട്ടിൽ കയറി താമസിക്കാൻ കഴിഞ്ഞത്. അതിൽ നമുക്ക് എല്ലാവർക്കും ചരിതാർത്ഥ്യമുണ്ട്. ഏതായാലും ഞങ്ങളിപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർക്കിപ്പോൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരുടെ മനസ്സിൽ ഇപ്പോഴത്തെ സങ്കടം മകൾക്കിന് ജാമ്യം എടുക്കേണ്ടി വരുമെന്നാണ്. സ്വന്തം മക്കളാണ്, അവർക്ക് ഇത്രയും വിഷം ഉണ്ടാക്കിയെങ്കിൽ അവരിപ്പം മകളുടെ പേര് അവരുടെ കാര്യം ആലോചിച്ചാണ് വിഷമിക്കുന്നത്. എന്താ പറയുക അല്ലേ? വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.